10 തലയെ കുറിച്ച്. ഇനി ഈ രാവണന് 10 തല. അതാണ് അങ്ങ് ചോദിച്ചത് 10 തലയെ കുറിച്ച്. 10 ഇന്ദ്രിയ സുഖങ്ങളെയും ഒന്നിച്ച് അനുഭവിക്കുവാൻ ശേഷിയുള്ളവൻ. 10 ഇന്ദ്രിയങ്ങളുടെയും സുഖം ഒരേ സമയത്ത് ഒരുപോലെ അനുഭവിക്കുന്നവൻ. ഒന്നിനും പ്രാധാന്യം കൂടുതലില്ല, എല്ലാത്തിനും ഒരുപോലെയാണ്. അതായത് നമുക്ക് 10 ഇന്ദ്രിയങ്ങളുണ്ട്. മനസ്സ് 11ാമത്തെ ഇന്ദ്രിയമാണ്. ഈ 10 ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന മനസ്സ് 11ാമത്തെ ഇന്ദ്രിയമാണ്. ഈ 10 ഇന്ദ്രിയങ്ങൾ അങ്ങൊന്ന് പറയാമോ അതിന്റെ പേര്? പഞ്ചേന്ദ്രിയങ്ങളായിട്ടുള്ള ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, 5 ഇന്ദ്രിയങ്ങള്. 6ാമത്തെ ഇന്ദ്രിയം ശ്രവണേന്ദ്രിയവും നേത്രേന്ദ്രിയവും ശ്വസനേന്ദ്രിയവും ചേർന്ന് പ്രധാനമായും പ്രവർത്തിക്കുന്ന ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഇന്ദ്രിയമാണ് ജ്ഞാനേന്ദ്രിയം. 6ാമത്തെ ഇന്ദ്രിയം, 6th സെൻസ്. 7ാമത്തെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ശ്വസനേന്ദ്രിയവും നാക്കേന്ദ്രിയവും ത്വക്കേന്ദ്രിയവും ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന, പ്രധാനമായിട്ടും ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന ദഹനേന്ദ്രിയം. 6ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള ജ്ഞാനേന്ദ്രിയവും 7ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള ദഹനേന്ദ്രിയവും ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന ജനനേന്ദ്രിയം. അത് 8ാമത്തെ ഇന്ദ്രിയം. കേൾക്കാവോ അങ്ങേക്ക്? കേൾക്കാം. അതായത് 6ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള ജ്ഞാനേന്ദ്രിയവും 7ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള ദഹനേന്ദ്രിയവും ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന ഇന്ദ്രിയമാണ് ജനനേന്ദ്രിയം. 8ാമത്തെ ഇന്ദ്രിയം. ഇതിനെ സംരക്ഷണം ഒരുക്കുന്ന 2 സൈഡിലുമുള്ള 2 പാണീന്ദ്രിയങ്ങൾ, അതാണ് 9ാമത്തെ ഇന്ദ്രിയം. അതായത് ഈ ഇന്ദ്രിയങ്ങൾ ഉള്ള ആ ശരീരത്തില് ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഇന്ദ്രിയങ്ങളാണ് 2 പാണീന്ദ്രിയങ്ങൾ, 2 കൈകള്. 10ാമത്തെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ പാദേന്ദ്രിയമാണ്. ഇവരെ ചുമന്നുകൊണ്ട് നടക്കുന്ന 2 പാദങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന പാദേന്ദ്രിയം. ഇതാണ് 10 ഇന്ദ്രിയം. ഈ 10 ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് അങ്ങ് പറഞ്ഞ ഈ 10 ഇന്ദ്രിയങ്ങളുടെയും ഭാവഭേദമില്ലാതെ ഒരേപോലെ ആസ്വദിക്കാനും അനുഭവിക്കുവാനും ശേഷിയുള്ള ആളാണ് രാവണൻ, അല്ലേ? അതാണ് അതിന്റെ 10 തല. 10 ഇന്ദ്രിയങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളൂ. 11ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന മനസ്സ് 10 ഇന്ദ്രിയങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്, അതായത് 10 തലയുള്ളവനായിട്ട് മാറുന്നത്. ദേശേന്ദ്രിയങ്ങളാൽ ഒരുപോലെ സുഖം അനുഭവിക്കുന്ന, തുല്യ പ്രാധാന്യത്തോടുകൂടി കാണുന്നതിനാൽ 10 തലയുള്ളവൻ, 10 ഇന്ദ്രിയ സുഖങ്ങളെയും ഒരുപോലെ അനുഭവിക്കുന്നവൻ, 11ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള മനസ്സുകൊണ്ട് ഇത് 10നെയും ഒരുപോലെ അനുഭവിക്കുന്നവൻ എന്നാണ്. അതാണ് അതിന്റെ ചുരുക്കം. 10 തലയുള്ള രാവണൻ. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം അങ്ങേക്ക് മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സൃഷ്ടിയുടെ കാരണം എന്താ? സൃഷ്ടിയല്ല, ഇതൊരു സങ്കല്പമാണ്. 10 തലകൾ ഉണ്ടായിരുന്നു. നമ്മൾ പലരും പറയില്ലേ ഈ ഇരട്ടച്ചങ്കായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇരട്ടച്ചങ്കുള്ളത് കൊണ്ടല്ല പറയുന്നത്, പക്ഷെ അത്രയും സ്ട്രോങ് ആയിരുന്നു, അത്രയും സ്ട്രോങ് മാൻ എന്നുള്ള രീതിയിലാ പറയാ. അപ്പോ ഇതുപോലെ തന്നെയാണ് 10 തല. 10 തല എന്ന് പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ അനുഭവിക്കുന്ന, ഒന്നിനും പ്രാധാന്യം കൂടുതലില്ലാത്ത, മനസ്സുകൊണ്ട് 10 ഇന്ദ്രിയങ്ങളെയും ഒരുമിച്ച് അനുഭവിക്കുന്നവൻ. അപ്പോ ഒരു ഇന്ദ്രിയത്തിനും ഒരു ഇന്ദ്രിയത്തെ കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. 10 ഇന്ദ്രിയത്തിനും തുല്യ പ്രാധാന്യമാണ്. അപ്പൊ അവിടെ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ ജ്ഞാനേന്ദ്രിയത്തിന് പ്രാധാന്യമില്ല. 6ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയത്തിനും പ്രാധാന്യമില്ല, അറിവിന് പ്രാധാന്യമില്ല, എല്ലാത്തിനും ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ളൂ. അപ്പൊ ഒന്നിനും പ്രത്യേകതയില്ല, ദഹനേന്ദ്രിയത്തിനും ഇല്ല. അതെ, എല്ലാം ഒരുപോലെ. ജനനേന്ദ്രിയത്തിനും ഒരുപോലെ, ജ്ഞാനേന്ദ്രിയത്തിനും ഒരുപോലെ, ഒന്നിന്റെ മേലെ സ്വാധീനമില്ല. ഇതെല്ലാം മനസ്സ് ആഘോഷിക്കുന്നു, ഹരിക്കുന്നില്ല, ഹരിഭക്തനല്ല. മനസ്സിലാകുന്നോ? ശരീരത്തിന്, അതായത് ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ഹരിഭക്തനല്ല. ഒന്നിനെയും മനസ്സുകൊണ്ട് ഹരിക്കുന്നില്ല, ഗുണിക്കുന്നേ ഉള്ളൂ. ഗുണിക്കുമ്പോ ഗുണം കുറയും. ജ്ഞാനം കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്, അജ്ഞാനം കൊണ്ട് ഗുണിക്കുകയല്ല വേണ്ടത്. അപ്പോ അങ്ങനെ വരുമ്പോഴാണ് ജ്ഞാനത്തിന് പ്രാധാന്യം ഉണ്ട്, പക്ഷെ ജ്ഞാനം ഒന്നിന്റെയും മേലെയല്ല. രാവണന് ജ്ഞാനമുണ്ട്, പക്ഷെ മറ്റ് പ്രവർത്തികൾ വരുമ്പോൾ അജ്ഞാനിയായി മാറുന്നു. കാരണം 10 ഇന്ദ്രിയങ്ങൾക്ക് തുല്യ പ്രാധാന്യം. അതാണ് രാവണന്റെ പ്രാധാന്യം, രാവണന്റെ പ്രത്യേകത. നമ്മൾ കണ്ട്, നമ്മൾ അറിഞ്ഞ് പഠിക്കേണ്ട ഒരു കാര്യം. അപ്പോ സത്യത്തില് ശേഷിയോടെ, സാധാരണ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ശേഷിയോടെയുള്ള കാര്യങ്ങൾ പലതും ചെയ്യാൻ പറ്റാതെ വരും.
നമുക്ക് ഒരു ഹെഡേ പാടുള്ളൂ. നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ബ്രെയിൻ ആയിരിക്കണം, 6ാം ഇന്ദ്രിയമായിരിക്കണം. അതല്ലാതെ നമുക്ക് ഓരോ ഇന്ദ്രിയത്തിനും 10 തല വെച്ചുണ്ടെങ്കിലോ? നമ്മുടെ ശരീരത്തിൽ 10 ഇന്ദ്രിയമുണ്ട്. 10ഉം ഹെഡാണെങ്കിൽ എന്ത് ചെയ്യും? 10 ഇന്ദ്രിയങ്ങളും ഹെഡാണ്. അപ്പൊ 10 തല വരില്ലേ? അല്ല, ഒരു ഓഫീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഓഫീസാണെങ്കിൽ ഓഫീസിലെ എല്ലാ സ്റ്റാഫും ഹെഡാണെങ്കിൽ അവിടെ മുന്നോട്ട് പോവില്ല. ഇപ്പൊ അത് മനസ്സിലായല്ലോ. നമുക്ക് ഒരു ഹെഡേ പാടുള്ളൂ. നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ജ്ഞാനശക്തി ആയിരിക്കണം. കേൾവിക്ക്, അതായത് ശ്രവണേന്ദ്രിയത്തിനും നേത്രേന്ദ്രിയത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ശ്വസനേന്ദ്രിയത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് താഴെയാണ് മറ്റെല്ലാം വരേണ്ടത്. ജ്ഞാനേന്ദ്രിയത്തിന്റെ നിയന്ത്രണത്തിലാണ് സത്യത്തിൽ ദഹനേന്ദ്രിയം വരേണ്ടത്. ദഹനേന്ദ്രിയത്തിന്റെയും ജ്ഞാനേന്ദ്രിയത്തിന്റെയും അണ്ടറിലാണ് ആര് വരേണ്ടത്? ജനനേന്ദ്രിയം വരേണ്ടത്. അതിനെ സേവിക്കുന്ന ജ്ഞാനശക്തിയാൽ പ്രവർത്തിക്കുന്നതായിരിക്കണം നമ്മളുടെ പാണികള്. ആ ജ്ഞാനശക്തിയാലാണ് പ്രവർത്തിക്കേണ്ടത് പാദങ്ങള്. തൊക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി എല്ലാം ജ്ഞാനേന്ദ്രിയത്തെ, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ പഞ്ചഭൂത സേവയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനെ ഉപയോഗിക്കേണ്ടത്. പഞ്ചഭൂതങ്ങളെ നശിപ്പിക്കുന്നതിന്, വിഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഘാടകന്റെ രീതിയിലായിരിക്കരുത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സംശയം എനിക്ക് വീണ്ടും വരുന്നുണ്ട്. ദശേന്ദ്രിയങ്ങളെയും 10 ഒരേപോലെ ആസ്വദിക്കാനും അനുഭവിക്കാനും ശേഷി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ 10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ശേഷിയില്ലായ്മയും ആ കൂടെ ഇല്ലേ? ഉണ്ട്. അതാണല്ല പ്രശ്നം. അതുകൊണ്ട് തന്നെ രാവണന് 10 തല മാത്രമല്ല, അറിയേണ്ടത് അതാണ്. രാവണന് 10 തല മാത്രമല്ല സമ്പാദ്യം. 10 മുഖങ്ങൾ മാത്രമല്ല രാവണനുള്ളത്. 18 ശാപവും കൂടിയുണ്ട് കൂട്ടത്തിന്. ഈ 10 തല കൊണ്ട് നേടിയത് 18 ശാപമാണെന്നുള്ളത് മറന്നു പോകരുത്. രാവണനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളുടെ മക്കൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് 10 തല കൊണ്ട് നേടിയത് 18 ശാപങ്ങളാണ്. ഒരിക്കലും ഒരു മനുഷ്യനും താങ്ങാൻ പറ്റില്ലാത്ത 18 ശാപങ്ങളാണ്. ശാപങ്ങൾ എന്താണ് സന്തോഷി? 18 ശാപങ്ങൾ എന്താണ്? സന്തോഷിയോട് ഇത് അറിയാൻ വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത്. സമൂഹത്തിന് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ആ 18 ശാപങ്ങളുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാപമായിട്ട് കാണുന്നത്. അതിനകത്ത് ഞാൻ 18 സംഖ്യ എങ്ങനെ വന്നു? 18 എന്നുള്ള ശാപസംഖ്യ എങ്ങനെ വന്നു? രാവണൻ സമ്പാദിച്ചത് 10 തല കൊണ്ട് 18 ശാപങ്ങളാണ്. അത് രാവണനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് 18 നിന്നുപോയതിന്റെ കാര്യം എന്നാ? 18 ആയപ്പോഴത്തേക്കും 18 അടവും പഠിച്ച ആളുടെ മുമ്പിലാ ചെന്ന് വെട്ടത്. അപ്പൊ 10 തലയും പോയി. ആ ശാപത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. 18 ശാപങ്ങൾ എന്താണെന്ന് അങ്ങ് പറയേണ്ടി വരും ഇപ്പൊ. തീർച്ചയായിട്ടും. അപ്പോഴാണ് രാവണനെ കുറിച്ച് നമുക്ക് ആരാധ്യ പുരുഷനാണോ എന്ന് അറിയാൻ പറ്റുന്നത്. എന്തുകൊണ്ട് രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞു രാവണനെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ്. അതായത് നമ്മള് രാക്ഷയിൽ മുക്കിയ, ഉപ്പുപോലെ നീറുന്ന, അരക്കിൽ മുക്കിയ വാക്കുകൾ ഉപയോഗിക്കുന്നവൻ, പ്രവൃത്തിയെ ചെയ്യുന്നവൻ, അസ്വീകാര്യമായിട്ട് പ്രവൃത്തിയെ ചെയ്യുന്നവൻ, കരയിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം രാക്ഷസീയത. അപ്പൊ രാക്ഷയിൽ മുക്കിയ വാക്കുകളും പ്രവൃത്തികളുമുള്ള ആരോ അവരെല്ലാവരും രാക്ഷസന്മാരാണ്. പ്രത്യേകിച്ച് ഒരു ജനസിൽപ്പെട്ട ആളുകളല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരല്ല. രാക്ഷസന്മാരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാട്ടിൽ വസിക്കുന്നവരെന്നോ അല്ലെങ്കിൽ വേറെ ഏതോ ജീവവിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്റെ തന്നെ വേറൊരു തലത്തിലുള്ളവർ എന്നുള്ള അർത്ഥമല്ല നമ്മൾ കാണേണ്ടത്. രാക്ഷസന്റെ രാക്ഷ എന്നുള്ളതിന്റെ ഒന്നുകൂടി ഒന്ന് പറയാമോ? രാക്ഷയിൽ മുക്കിയ, അരക്കിൽ മുക്കിയ, ഉപ്പുപോലെ നീറുന്ന വാക്കുകൾ ആര് ഉപയോഗിക്കുന്നുണ്ടോ, പ്രവർത്തികൾ ആര് ചെയ്യുന്നുണ്ടോ, ആരുടെ പ്രവർത്തി കൊണ്ടാണോ ആരെല്ലാം കരയുന്നത്, അങ്ങനെ ആരുടെയെങ്കിലും കണ്ണുനീർ വാർക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മൾ പറയുന്നു, നമ്മൾ പാടുന്നു എങ്കിൽ നമ്മൾ രാക്ഷസന്മാരാണ്. അതാണ് രാക്ഷസീയത. അത് അവർക്ക് ഒരു തലയില്ല, 10 തലയുണ്ടാവും. കാരണം അവർക്ക് ഹെഡില്ല. ഒരു ഹെഡല്ല ഉള്ളത്. ഹെഡ് ഒന്നല്ല ഉള്ളത്, 10 ഉണ്ടാവും. 10 ഹെഡും ഒരുപോലെയാണെങ്കിൽ ഹെഡില്ലെന്ന് പറയേണ്ടി വരും. അപ്പോ 10 ഇന്ദ്രിയങ്ങൾക്കും തുല്യ പ്രാധാന്യത്തോടെ കാണുമ്പോൾ നമ്മൾക്ക് തിരുത്തുവാൻ ആരും ഉണ്ടാവില്ല. ചെയ്യുന്ന തെറ്റിനെ, അതായത് നമ്മുടെ തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നമുക്കുണ്ടാകുന്നത് നമുക്കൊരു ഹെഡ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, നീ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ തല കുനിച്ചു കൊടുക്കുന്നത് ഞാനിത് കണ്ടിട്ടുണ്ടോ, ഞാനിത് കേട്ടിട്ടുണ്ടോ, എന്റെ ബ്രെയിനിൽ അതുകൊണ്ട് കണ്ടോന്നും പറഞ്ഞാണ് തല കുനിക്കുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തല കുനിച്ചു പോകും. അത് പ്രകൃതിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 1.25 കിലോ വരുന്ന ഈ ബ്രെയിനകത്ത്, ഈ ചിപ്പില് ഇത് റെക്കോർഡാണ് ഓൾറെഡി. ആ വിഷ്വലും ആ ഓഡിയോയുമല്ല.
അപ്പൊ അതാണ് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ തല കുനിഞ്ഞു പോകുന്നതിന്റെ കാരണം പ്രകൃതിയാണ് കുനിച്ചു കാണിക്കുന്നത് ഈ ബ്രെയിനകത്ത് ഇതുണ്ടെന്ന്. അപ്പോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുറ്റബോധം പോലും തോന്നുള്ളൂ. 10 ഇന്ദ്രിയങ്ങൾക്കും തുല്യ പ്രാധാന്യത്തോടു കൂടി 10 ഇന്ദ്രിയങ്ങളും ഒരുപോലെ ഹെഡായിട്ട് നിൽക്കുമ്പോൾ 10 ഹെഡ് ഉള്ളപ്പോ നമുക്ക് ചെയ്യുന്ന തെറ്റോ ശരിയോ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഒരു ഇന്ദ്രിയവും താഴുന്നില്ല. തുല്യ പ്രാധാന്യമാണ് ഇന്ദ്രിയത്തിന്, 10 ഇന്ദ്രിയത്തിന്. ദശേന്ദ്രിയനാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യനാവണമെങ്കിൽ മനനശേഷിയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡ് ഉള്ളവനാവണം. ശിരോ ബ്രഹ്മ ഹൃദയോ വിഷ്ണു ദിപാദേശിവം. അപ്പോ ഹൃദയത്തിലെ ഹരിയായിരിക്കുന്ന ആ ശക്തി, ഹരിക്കുന്ന ശക്തി, ആ വൈഷ്ണവ ശക്തി ഉണ്ടാവണം. അതായത് നമ്മൾ ശ്വസിക്കുന്നതിന്, ഹൃദയം തുടിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഈ ഹരിതലോകത്തിന്റെ വൈഭവത്തെ, ആ സാത്വിക ഗുണത്തെ, ആ സത്വഗുണത്തെ നമ്മളുടെ ഹൃദയത്തിൽ പേറുവാനുള്ള ശേഷി നമുക്കുണ്ടാവണം. സന്തോഷം വന്നാലും, അമിത സന്തോഷം വന്നാലും അതിനെ ഹരിക്കുവാൻ പറ്റണം. അമിത ദുഃഖം വന്നാലും അതിനെ ഹരിക്കുവാൻ പറ്റണം. ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരാണ് രാവണൻ. അതെ, തെറ്റും ശരിയും തിരിച്ചറിയാത്തവന്റെ പേരാണ് രാവണൻ. അതുകൊണ്ടാണ് 10 തല കൊണ്ട് നേടുന്നത് 18 ശാപമാകും. അത് ആരാണേലും, അത് ഇന്നും അതെ, എന്നും അതെ. ഈ 18 ശാപങ്ങൾ എന്താണെന്ന് പറയാമോ? അപ്പൊ ഞാൻ പറയാം. ക്രമത്തിൽ ഞാൻ ഓർമ്മയിൽ ഉണ്ടാവില്ല, എങ്കിലും ഞാൻ പറയാം.